വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാം എന്ന ഫിഖഹിന്റെ അധ്യായങ്ങൾ ഉൾക്കൊണ്ടുള്ള ഹദീസിന്റെ കിതാബാണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ബാബു സലാത്തിൽ ജുമുഅ എന്നതാണ് പൂർത്തിയാക്കിയത്. ജുമുഅ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട മസ്അലകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ആരംഭിച്ചിട്ടുള്ളത് ബാബു സലാത്തിൽ ഈദൈൻ എന്നുള്ളതാണ്. രണ്ട് പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് അറിയിക്കുന്ന ഹദീസുകൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള അധ്യായം എന്നതാണ്. എന്താണ് സലാത്തുൽ ഈദൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് ഈദുകളാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്ർ, മറ്റൊന്ന് ഈദുൽ അദ്ഹ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ ഇങ്ങനെ വലിയൊരു കാലയളവിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന മറ്റൊരു ഈദില്ല. പിന്നെ അവർക്ക് പറയാനായിട്ടൊരു ഈദുണ്ട് എങ്കിൽ അത് ആഴ്ച തോറും വരുന്ന വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ചിട്ടാണ്. കാരണം അന്നത്തെ ദിവസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഈദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ വർഷത്തിൽ പറയുകയാണ് എങ്കിൽ അവർക്ക് രണ്ട് ഈദുകളാണുള്ളത്. പിന്നീട് ആഴ്ച തോറും വെള്ളിയാഴ്ച ദിവസത്തെയും ഈദ് എന്ന് വിളിക്കപ്പെടുന്നു. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇതല്ലാത്ത മറ്റൊരു ഈദും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല. അവർക്ക് അങ്ങനെ ഉണ്ടാകണമായിരുന്നെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഓർമ്മ പുതുക്കലിന്റെയും ദിവസമായി മാറേണ്ടത് ബദറിന്റെ ദിവസമായിരുന്നു. മുസ്ലിമീങ്ങൾ ഹിജറ കഴിഞ്ഞതിന് ശേഷം മദീനയിൽ വെച്ച് ആദ്യമായി മുശ്രിക്കുകൾക്കെതിരെ നേടുന്ന വലിയൊരു വിജയമാണ് ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ കുറഞ്ഞ സംഘം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ സഹായത്തിനാൽ മുശ്രിക്കുകളെ ഒന്നടങ്കം പരാജയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ വല്ല ഈദും ഒന്ന് ആലോചിച്ച് സന്തോഷിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് വല്ല പ്രവർത്തനങ്ങളും ചെയ്യാൻ, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാൻ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ട് എങ്കിൽ അവർ അത് ബദറിൽ ചെയ്യണമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അതിന്റെ ദിവസമാകട്ടെ വളരെ വ്യക്തമാണ്. റമദാൻ മാസത്തിൽ അതിന്റെ 17 ആണ് ബദർ നടന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യവുമാണ്. പക്ഷേ അങ്ങനെ ഒരു ഈദും ആ ദിവസത്തിൽ പ്രത്യേകമായി രാവിലോ പകലിലോ ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇനി സഹോദരങ്ങളെ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും അല്ല ഇസ്ലാമിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് ഫത്ഹു മക്കയാണ്. മക്ക വിജയമാണ്. അഥവാ ഏതൊരു നാട്ടിൽ നിന്നാണോ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവർക്ക് നാട് വിടേണ്ടി വന്നത്, ആ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ആ നാട് ഇസ്ലാമിന്റെ കീഴിലാവുകയും മക്ക വിജയം സംഭവിക്കുകയും ചെയ്ത ദിവസം. ഇതിനേക്കാളും വലിയ സന്തോഷം മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് മുസ്ലിമീങ്ങൾക്ക് അതൊരു ഈദായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ ധാരാളം നോക്കിയാൽ മിഅ്റാജിന്റെ രാവ്, മിഅ്റാജ് എന്ന് പറയുന്നത് ചരിത്രത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ വളരെ മഹത്തരമായ ഒരു സംഭവമാണ്. നിസ്കാരം നിർബന്ധമായത് ആ മിഅ്റാജിലാണ്. ആ മിഅ്റാജിന്റെ രാവിൽ വർഷാവർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ നമുക്ക് ഒരു അമലും പ്രത്യേകമായി പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിച്ചാൽ ദീനുൽ ഇസ്ലാമിൽ വർഷത്തിൽ രണ്ട് ഈദുകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് മൂന്നാമതായി പറയാനുണ്ട് എങ്കിൽ അത് ആഴ്ച തോറുമുള്ള ഈദുൽ ഉസ്ബൂഇ, ആഴ്ചയിലുള്ള ഈദ് എന്ന് പറയുന്നത് അത് ജുമുഅയാണ്. അതല്ലാത്ത മറ്റൊരു ഈദും ഇല്ല. അതല്ലാത്ത ഏതൊരു ഈദും ഒരാൾ ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ അവൻ യഥാർത്ഥത്തിൽ സുന്നത്തിനെതിരാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് പല ഈദുകളും ഉണ്ടായിരുന്നു. അവിടുന്ന് അവരോട് പറഞ്ഞത്, ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, നിങ്ങൾ ഈ ആചരിച്ചു പോരുന്ന ഈദുകളുണ്ടല്ലോ അതിനേക്കാളും മുന്തിയ രണ്ട് ഈദുകൾ അല്ലാഹു തആല നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു. അല്ലാഹു നൽകിയിരിക്കുന്നു എന്ന് അതിനെ വളരെയധികം ശ്രേഷ്ഠതയോടുകൂടി പറഞ്ഞു. യൗമുൽ ഫിത്ർ വ യൗമുൽ അദ്ഹ,
യോമുൽ ഫിത്റാണ്, ഈദുൽ ഫിത്റാണ്. ചെറിയ പെരുന്നാൾ എന്ന് നമ്മൾ പറയുന്ന ഈദും വലിയ പെരുന്നാൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബലി പെരുന്നാൾ എന്ന് പറയുന്ന യോമുൽ അദ്ഹയുമാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലാത്ത ഒരു ഈദിനെ കുറിച്ചും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, എന്നാൽ ഇന്നിതാ നമ്മുടെ നാടുകളിൽ പല രൂപത്തിൽ രാജ്യത്തിന്റെ അടിസ്ഥാനത്തിലാകട്ടെ അതല്ലാത്ത ഇസ്ലാമിലേക്ക് ചേർത്തിക്കൊണ്ടാകട്ടെ പല രൂപങ്ങളിലുള്ള ഈദുകൾ, ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പല രൂപത്തിൽ ഇന്നടെയാണെന്ന് പറഞ്ഞ് പല രൂപത്തിലുള്ള ആഘോഷങ്ങൾ അത് ആരംഭിച്ചിരിക്കുന്നു. ഒന്നിനും തന്നെ യാതൊരു അസ്ലുമില്ല. നമ്മൾ പറയുന്നു ഇതെല്ലാം ദീനിന്, ശരീഅത്തിന് വിരുദ്ധമാണ്, അതൊരിക്കലും ശരിയല്ല. എന്തിന്റെ പേരിലായാലും അത് ആഘോഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. കുല്ലു ഹാദാ ബിദ്അഹ്, അതെല്ലാം ബിദ്അത്താണെന്നാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതിനുശേഷം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഇതിന് മുനാസിബായി വളരെ യോജിച്ച രൂപത്തിൽ നമുക്ക് ഈ ഒരു ദർസ് അത് ആ ഒരു ഭാഗത്തിലേക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ്. വമിൻ ദാലിക ഈദുൽ ഇഹ്തിഫാൽ ബിമൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ഈദ് എന്ന് പറയുന്നത്. എന്താണ് ഈദ് എന്ന് പറയുന്നത്? ഈദ് എന്ന് പറയാൻ ആളുകൾ അതിന് ഈദ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും പറയണ്ട ഞാനതിന് ഈദ് എന്നൊന്നും പറയുന്നില്ല, ഈദ് നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ, നബിദിനത്തിന് നമ്മൾ ഈദ് എന്നൊന്നും പറയുന്നില്ല. അല്ല, ഈദ് എന്ന് പറയുന്നത് ആദ യഊദ് ഈദൻ എന്ന് പറഞ്ഞാൽ വർഷാവർഷം ഒരു പ്രത്യേക ദിവസത്തിൽ, ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസത്തിൽ വെച്ചിട്ട് ഒരാഘോഷം നടക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ നടത്തുന്നവർ അത് ഈദാണ് ആഘോഷിക്കുന്നത്. അതിന് ഈദ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഉറൂസിന്റെ ദിവസമാകട്ടെ മറ്റെന്തുമാകട്ടെ, ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഇടവേളക്ക് ഇങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് ഈദ് എന്ന് പറയുന്നത്. അതല്ലാതെ അവരതിന് പേരിടേണ്ട ആവശ്യമില്ല, അതിനെ ഈദ് എന്ന് വിളിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മൗലിദ് നബവി അത് അവരുടെ ഈദായിട്ടാണ് കാണുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വഹാദൽ ഇഹ്തിഫാലു ബിദ്ഇയ്യുൻ വദലാല, ഇത് വഴികേടിന്റെ ദീനിൽ പുതുതായി കൊണ്ടുവന്ന ബിദ്അത്താണ്. വലൈസ ലഹു അസ്ലുൻ ഫിത് താരീഖി വലാ ഫിദ്ദീൻ, ഇതിന് ചരിത്രത്തിലാകട്ടെ ദീനിലാകട്ടെ ഈ രണ്ട് കാര്യത്തിലും യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ്. രണ്ട് നിലക്കും അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അമ്മ ഫിത് താരീഖ്, ചരിത്രത്തിലാണെങ്കിൽ ഫഇന്നൽ മുഅർരിഖീന ഇഖ്തലഫു, ചരിത്രകാരന്മാർ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഇവർ ഈ പറയുന്ന റബീഉൽ അവ്വൽ അതിന്റെ 12 എന്ന് പറയുന്നത് ശരിയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരു ദിവസമാണ്, യാതൊരു സംശയവുമില്ല, അതിലൊരു ദിവസം തന്നെയാണ്. പക്ഷെ അതല്ലാത്ത അഭിപ്രായങ്ങളെ കൂടുതൽ പിന്തുണച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ചിലർ പറഞ്ഞത് അത് ഷഹ്റു റബീഉൽ അവ്വലിലെ യൗമുത് താസിഅ, 9ാമത്തെ ദിവസമാണ് എന്ന് പറഞ്ഞത് കാണാം. അതല്ലാത്ത ദിവസമാണെന്ന് പറഞ്ഞത് കാണാം. ഈ മാസത്തിലെ അല്ല എന്ന് പറഞ്ഞത് കാണാം. ഇത് അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഇത് തന്നെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആരുടെ ജന്മദിനത്തെ കുറിച്ചിട്ടാണ് ചരിത്രകാരന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത്? അഷ്റഫുൽ ഖൽഖിന്റെ ആണ്. അല്ലാഹു തആല പടച്ച പടപ്പുകളിൽ ഏറ്റവും ഖൈറുള്ളവരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ജന്മദിനത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസത്തിലായി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാം. കാരണം സഹാബികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ വിരലൊന്ന് അനക്കിയോ ഇല്ലേ, അവിടുന്ന് എങ്ങോട്ടാണ് നോക്കിയിരുന്നത്, എത്ര ആയത്തുകൾ പാരായണം ചെയ്ത് അവിടെ താടി നോക്കി സഹാബത്ത് മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെയുള്ള സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ കുറിച്ച് കൃത്യമായി ഒരു ഹദീസിൽ പറഞ്ഞിട്ടില്ല, അവരാഘോഷിച്ചിട്ടില്ല എന്നുള്ളത് മാറ്റി നിർത്തുക. ഒന്ന് ചരിത്രത്തിനെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഇന്നതാണ് എന്നവർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അല്ലാഹു തആല അങ്ങനെ ഒരു കാര്യം ശരീഅത്തിൽ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഖണ്ഡിതമായ തെളിവാണ്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഈ ശരീഅത്തിൽ ഖിയാമത്ത് നാൾ വരെ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിലൂടെയെങ്കിലും അത് കൃത്യമായി നമുക്ക് മുന്നിൽ കൊണ്ടുവരുമെന്നാണ്. അവരുടെ ചോദ്യം കൊണ്ടോ അവർക്കുള്ള സംശയങ്ങൾ കൊണ്ടോ ഏതെങ്കിലും രൂപത്തിൽ അവരത് ചോദിച്ചിരിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് സഹാബികൾ ചോദിക്കാത്തതായ ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം പറഞ്ഞു തന്നിട്ട് അതിൽ സഹാബികൾ ആരും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല എങ്കിൽ പിൽക്കാലക്കാർ അതിലൊരു ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് അത് ബിദ്അത്താണ്. അല്ലാഹുവിന്റെ അസ്മാകൾ സിഫാത്തുകളെ പോലെയുള്ള കാര്യത്തിൽ അതെങ്ങനെയാണ്, അതിന്റെ രൂപം എന്താണ്, അത് ബിദ്അത്താണെന്ന് പറയാൻ കാരണം സഹാബികൾ ഒരിക്കലും അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. സമിഅന വഅതഅന, കേട്ടിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. ചുരുക്കം സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരു സഹാബി പോലും അവിടത്തേക്കാൾ മുമ്പേ ജനിച്ച ആളുകൾ അവിടെ കൂട്ടത്തിലുണ്ട് സഹാബത്തായിട്ട്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ചെറുപ്പമുള്ളവരല്ല, അവിടത്തേക്കാൾ പ്രായമുള്ള ആളുകളുണ്ട് അവിടത്തോടൊപ്പം.
അവർ പോലും ആരും കൃത്യമായി ഒരു ദിവസം രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കാര്യത്തിന് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല. ഇനി നമുക്ക് പിൽക്കാലത്ത് അമ്പിയാക്കളുടെ കാര്യത്തിൽ നോക്കിയാലും അതിലും അങ്ങനെ കാണാൻ സാധിക്കും. നസാറാക്കൾ ആഘോഷിക്കുന്ന ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനെക്കുറിച്ചും ചരിത്രത്തിൽ നോക്കിയാൽ എമ്പാടും അഭിപ്രായ വ്യത്യാസത്തിലാണ്. അതിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചുകൊണ്ട് അവർ പറയുന്നത് ഇത് ഒരിക്കലും ഡിസംബറിലാകാൻ യാതൊരു സാധ്യതയുമില്ല. ഈന്തപ്പന നല്ല ചുട്ടുപഴുക്കുന്ന സമയമാണ് അതിന്റെ ചരിത്രം. മറിയം അലൈഹിസ്സലാം അവർ പ്രസവിക്കുന്ന സമയം ഒരിക്കലും ഒരു ഡിസംബർ ആകാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. അതിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദീനുൽ ഇസ്ലാമിന്റെ ഒരു ഭാഗത്തിൽ പെട്ടതേ അല്ല ഒരാളുടെ ജന്മദിനം രേഖപ്പെടുത്തി അതിലെന്തെങ്കിലുമൊക്കെ ആഘോഷിക്കുക, അതിലെന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം പങ്കിടുക, അതിന്റെ അടിസ്ഥാനത്തിലെ ഇബാദത്തുകൾ കെട്ടിപ്പടുക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ സകല അമ്പിയാക്കളുടേതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരേണ്ടതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നമുക്ക് എന്നും ആഘോഷിക്കാമായിരുന്നു. എല്ലാ അമ്പിയാക്കളെ കുറിച്ചിട്ടും അവരുടെ ജന്മദിനത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പരിപാടി നമുക്ക് നടത്താമായിരുന്നില്ല. സഹാബത്തും അങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഒന്നാമതായി നമ്മൾ പറയുന്നത് താരീഖിൽ തന്നെ അങ്ങനെ ഇന്ന ദിവസമാണെന്ന് പറയാൻ യാതൊരു തെളിവുമില്ല. ബുദ്ധിയുള്ള ആളുകൾക്ക് ഇത് തന്നെ മതിയായതാണ്. എല്ലാവരും ചിന്തിക്കുവാൻ സുബ്ഹാനല്ലാഹ് ഇത്ര വലിയ പ്രവാചകന്റെ ജന്മദിനം എന്തുകൊണ്ട് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല? അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടില്ല, അത് ദീനിലില്ല. ആയിരുന്നെങ്കിൽ സഹാബത്തിനോട് പറയുമായിരുന്നു എന്റെ ജന്മദിനം നിങ്ങൾ എഴുതൂ, നിങ്ങൾ ആഘോഷിക്കേണ്ടതാണ്. വർഷാവർഷം അതിന്റെ പേരിൽ എന്നെ കുറിച്ച് മദ്ഹ് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൂലി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കൂ. അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് തസദ്ദഖു, നിങ്ങൾ സദഖ ചെയ്യുക. നിങ്ങൾ അതൊരു ഈന്തപ്പനയുടെ അതിന്റെ പകുതി കൊണ്ടെങ്കിലും അങ്ങനെ നിങ്ങൾ സ്വർഗം കരസ്ഥമാക്കുക, നരകത്തിൽ നിന്നും രക്ഷപ്പെടുക. സ്വർഗത്തിലേക്ക് അടുപ്പിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്നും രക്ഷപ്പെടേണ്ട മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു വഞ്ചനയും നമ്മളോട് കാണിച്ചു തന്നിട്ടില്ല. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടു വന്നിട്ടുമില്ല. രണ്ടാമത്തെ കാര്യം ദീനിന്റെ കോണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫഹുവ ബാത്തിൽ, അത് ബാത്തിലാണ്, വളരെ വ്യക്തമാണ്. കാരണം ഇതൊരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടില്ല, അവിടുന്ന് പറഞ്ഞിട്ടില്ല. അവിടുന്ന് ഏറ്റവും അവിടത്തേക്ക് പ്രിയങ്കരായ സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സഹാബത്ത്, ഇവരാരും അത് ആഘോഷിച്ചിട്ടില്ല. അല്ല, ആദ്യത്തെ 3 തലമുറയിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു ആഘോഷം തന്നെ ഉണ്ടായിട്ടില്ല. പിന്നീട് എപ്പോഴാണ് സഹോദരങ്ങൾ അത് ഉണ്ടായിട്ടുള്ളത്? 4-ാം നൂറ്റാണ്ടിലാണ്. മിസ്റിലെ ഭരണാധികാരികളാണ് അന്നുണ്ടായിരുന്ന വളരെ പിഴച്ച വിശ്വാസക്കാരായ ഷീഈ വിഭാഗത്തിൽപ്പെട്ട ഫാത്തിമിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബാത്തിനിയാക്കൾ, നിരീശ്വരവാദികളായ ചിലർ. അവർ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിൽ വെറുതെ പേര് ചേർത്ത് പറയുന്നു എന്നല്ലാതെ അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ചില ആളുകൾ. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അഹ്ദസഹ ഹുക്കാമു മിസ്ർ, മിസ്റിന്റെ ഭരണാധികാരികൾ ഇതുണ്ടാക്കി. ലിയസുദ്ദുന്നാസ അനി തൗഹീദ്, തൗഹീദിൽ നിന്ന് ജനങ്ങളെ തടയണമെന്ന ഉദ്ദേശത്തിലാണ്. സുബ്ഹാനല്ലാഹ്, പിശാച് തുടങ്ങിയ പണി എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. ജനങ്ങളെ തൗഹീദിൽ നിന്നും തടയുക എന്നുള്ളതാണ്. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരെ അതല്ലാത്ത ശരീഅത്തിന്റെ ഈദിൽ നിന്നും ആളുകളെ തടയുക, അല്ലെ? ശരീഅത്തിന്റെ ഈദുമായി ബന്ധപ്പെട്ട് ആർക്കും ഈ രൂപത്തിലെ സന്തോഷങ്ങളോ ഈ രൂപത്തിൽ അതിന്റെ സുന്നത്തുകൾ ആർക്കും അറിയില്ല. പെരുന്നാളുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ ഇത് ആഘോഷിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കിയാൽ ഒന്നും തന്നെ അവർക്കറിയില്ല. പെരുന്നാളിന് പോകുമ്പോഴുള്ള സുന്നത്ത് എന്താണ്, വരുമ്പോഴുള്ള സുന്നത്ത് എന്താണ്, അല്ല പെരുന്നാൾ എവിടെയാണ് നിശ്ചയിക്കേണ്ടത് അതിന്റെ സുന്നത്ത് പോലും അത് പാലിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരു തുറസായ ഗ്രൗണ്ടിൽ വെച്ചാണ് അത് നിസ്കരിച്ചത്. അവരത് അതുപോലും പാലിക്കുന്നില്ല. അവർക്ക് എല്ലാ സുന്നത്തുകളും നഷ്ടപ്പെട്ടു. ഈ രൂപത്തിലുള്ള ബിദ്അത്തുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം പറയുന്നു, വഖദ് കാന ഹൗലാ യുൻഷിദൂന അൽ അശ്ആർ അൽ ബാലിഗത ഫിൽ ഉഖുലു, പണ്ടേ തുടങ്ങിയിട്ടുള്ളതാണ്. അഥവാ വിട്ടിട്ടുള്ള സംഗീതങ്ങളും വിട്ടിട്ടുള്ള നശീദുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവരത് പാടി ആലപിക്കാൻ തുടങ്ങി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാകട്ടെ, ലാ തതുറൂനി കമാ അതറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ നസാറാക്കൾ പാടി പുകഴ്ത്തിയതുപോലെ, അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്താൻ പാടില്ല. ഇന്നമാ അന അബ്ദുൻ, തീർച്ചയായും ഞാൻ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂൽ, ഞാൻ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ അടിമയുമാണ് എന്ന് നിങ്ങൾ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ഇവർ ഈ പാടുന്ന ഖസീദത്തുൽ ബൂസീരി എന്നറിയപ്പെടുന്ന ബൂസീരിയുടെ ബുർദയിൽ
നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അവർ പരാതി പറയുന്നു, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. വിളിച്ചു പറയുകയാണ്, യാ അക്രമൽ ഖൽഖ്, പടപ്പുകളിൽ ഏറ്റവും ആദരണീയരായവരെ, മാലി മൻ അലൂദു ബിഹി, മാലി എനിക്കില്ല, മൻ അലൂദു ബിഹി എനിക്ക് അലൂസ് ചെയ്യാൻ അഥവാ എനിക്ക് രക്ഷ തേടാൻ, പ്രയാസങ്ങൾ വന്നാൽ എനിക്ക് മടങ്ങാൻ എനിക്കാരും തന്നെ ഇല്ല, സിവാക താങ്കളല്ലാതെ, ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമം എനിക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്നെ ഒന്നടങ്കം എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ഭൂകമ്പങ്ങളാകട്ടെ, മറ്റു രോഗങ്ങളാകട്ടെ, പകർച്ചവ്യാധികളാകട്ടെ, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഒന്നടങ്കം വന്നാൽ താങ്കളെ അല്ലാതെ എനിക്ക് രക്ഷ തേടാൻ, താങ്കളിലല്ലാതെ അഭയം തേടാൻ എനിക്ക് ആരും തന്നെ ഇല്ല എന്ന് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യം തന്നെ ഇവിടെ പറയുന്നില്ല. അള്ളാഹുവോടൊപ്പം താങ്കൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് ശിർക്കാണ്. ഇവിടെ അള്ളാഹു തആലയെ കുറിച്ച് തന്നെ പറയുന്നില്ല, താങ്കൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ചിലപ്പോ ചില ആളുകൾ പറഞ്ഞേക്കാം, മാലി മൻ അലൂദു ബിഹി സിവാക മിനൽ ഖൽഖ്, അല്ലാഹ് ഉണ്ട് പക്ഷെ പടപ്പുകളുടെ കൂട്ടത്തിൽ താങ്കളല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുകയാണെങ്കിലോ, എങ്കിലും അത് ശിർക്കാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം അവിടുന്ന് ഒരിക്കലും തന്നെ നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ അവിടുന്ന് സാധിക്കുകയില്ല. അവിടുന്ന് മരണപ്പെട്ടതിന് ശേഷം നമുക്ക് അനുഭവിക്കുന്ന ചെറിയൊരു പ്രയാസം പോലും അവിടുന്ന് അറിയാനോ അത് നീക്കിത്തരാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്. അവർ പറയുന്നു, ഫഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലം, തീർച്ചയായും താങ്കളുടെ ജൂദിൽപ്പെട്ടതാണ്, താങ്കൾ നൽകുന്ന, നമുക്ക് നൽകുന്ന, ഖറമായി നൽകുന്ന താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ സുഖ സൗകര്യങ്ങളും. അതുപോലെ താങ്കളുടെ ഇൽമിൽപ്പെട്ടതാണ്, വമിൻ ഉലൂമിക, താങ്കളുടെ ഇൽമിൽപ്പെട്ടതാണ് ഇൽമുൽ ലൗഹി വൽ ഖലം, ലൗഹിലുള്ള മുഴുവൻ അറിവും. അഥവാ അല്ലാഹു തആല ആദ്യമായി പഠിച്ചതൊരു പേനയാണ്. എന്നിട്ട് പറഞ്ഞു ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതാൻ. എവിടെ? ലൗഹുൽ മഹ്ഫൂദിൽ എഴുതാൻ. അതൊക്കെ താങ്കളുടെ അറിവിൽപ്പെട്ട ഒരു അറിവ് മാത്രമാണെന്നാണ് പറയുന്നത്. പിന്നെ അള്ളാഹു താലക്ക് എന്താണ് അവർ ബാക്കി വെച്ചത്? ഇപ്പൊ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വകവെച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടുകയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്? നബിയെ ഖുൽ, നബിയെ പറയുക, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, അള്ളാഹുവിന്റെ ഖജാനകൾ എന്റെ അടുക്കലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല മനുഷ്യരെ എന്ന് ജനങ്ങളോട് പറയുക നബിയെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും, നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരാൻ എന്റെ പക്കൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഒന്നുമില്ല എന്ന് പറയുക. എത്ര എത്ര ഹദീസിൽ കാണാൻ സാധിക്കും, യാ ഫാത്തിമ ലാ ഉഗ്നി അൻക ഷൈഅ, ഫാത്തിമ എനിക്ക് നിനക്ക് ഒന്നും തന്നെ തരാൻ സാധിക്കുകയില്ല, നീ നിന്റെ അമലുകൾ ചെയ്തുകൊള്ളൂ, അങ്ങനെ നീ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കുടുംബത്തിൽ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ അല്ലാഹു തആല പറയാൻ പറഞ്ഞു, വല അഅലമുൽ ഗൈബ്, നബിയെ പറയുക, എനിക്ക് ഗൈബ് ഒന്നും അറിയില്ല, എനിക്ക് അദൃശ്യമായ ഒരു കാര്യവും അറിയില്ല, നിങ്ങൾ എന്നോട് ചോദിക്കണ്ട, എനിക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. എനിക്ക് ജീവിച്ചിരിക്കുമ്പോഴാകട്ടെ മരിച്ചപ്പോഴാകട്ടെ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു അദൃശ്യമായ കാര്യങ്ങളും അറിയാൻ സാധ്യതയില്ല, ഒരു കാര്യം എനിക്ക് അറിയാൻ കഴിയുകയില്ല. വല അഖൂലു ലക്കും ഇന്നി മലക്, നബിയെ പറയുക, അവരോട് പറയുക, ഞാൻ ഒന്നും തന്നെ ഞാൻ നിങ്ങളോടൊരു മലക്കല്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേക കഴിവുള്ള മലക്കല്ല, നിങ്ങളെപ്പോലെ ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ്. എന്നാൽ എനിക്ക് വഹി ഇറങ്ങുന്നുണ്ട്, അല്ലാഹു തആല നിങ്ങളോട് എന്ത് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളത് വഹിയിലൂടെ എനിക്ക് അറിയിച്ചു തരുന്നുണ്ട്, അതല്ലാതെ ഞാൻ മലക്കല്ല എന്ന് പറയുക നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതാണ് ഖുർആനിൽ അല്ലാഹു തആല അവന്റെ നബിയായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ബുർദയിലും ഇതുപോലെയുള്ള നബിദിനങ്ങളിൽ പാടി പുകഴ്ത്തുന്ന മൗലിദുകളിലും അവർ പറയുന്നത് ഇതിന് നേരെ തിരിച്ചാണ് എന്ന് മാത്രം. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഇനി ജനങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്, ഈ മൗലിദ് എങ്ങാനും ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ ഈ പറയുന്ന ശിർക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുക, ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് മാത്രം, സ്നേഹം മാത്രം, ഇത്രയേ ഉള്ളൂ. അന്ന് ചെയ്യുന്നത് ഞങ്ങളൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അവിടത്തോട് പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ എന്നൊക്കെ ഒരു വിഭാഗം കെട്ടിപ്പുറപ്പെട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്
അവർ സഹാബത്തിനെ കുറിച്ചും അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും വരെ സംശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഇതൊരു ഖൈറായ കാര്യമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഉമ്മത്തിനെ പഠിപ്പിക്കണമായിരുന്നു. അപ്പോൾ അവർ പറയുന്നത്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അവർ പറയുന്നത് രണ്ടാലൊരു കാര്യമാണ് അവർ പറയുന്നത്. എന്താണത്? അദ്ദേഹം പറയുന്നു, وأن تقولوا أين أن هذا العيد عيد بدعي بقطع النظر عما يكون في تلك الليلة من المنكرات العظيمة. ഒന്നാമതായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, ഇത് ബിദ്അത്താണെന്നുള്ളതിന് പുറമെ അന്ന് ധാരാളം മുൻകറാത്തുകൾ, മോശമായ കാര്യങ്ങൾ അന്ന് നടക്കുന്നു. ഫയംബഗി ലക്കും യാ തലബത്തുൽ ഇൽം, അതുകൊണ്ട് വിദ്യാർത്ഥികളായ ആളുകളെ, അൻ തബുസ്തു ഹാദൽ ഇൽമ ഫിൽ അവാം, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഈ കാര്യം പ്രചരിപ്പിക്കണം. വഅൻ തഖൂലു, നിങ്ങൾ അവരോട് പറയണം, ഐന റസൂൽ വ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി മിൻ ഹാദൽ ഈദിൽ അളീം ബിസഅമിക്കും. നിങ്ങളുടെ വാദപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ, അബൂബക്കർ എവിടെ, ഉമർ എവിടെ, ഉസ്മാൻ എവിടെ? ഇവരാരും ഇത് ആചരിച്ചിട്ടില്ല. ലിമാദ ലം യഖീമു, എന്തുകൊണ്ട് അവരിതൊന്നും ഈ മൗലിദുൻ നബവി ആചരിച്ചിട്ടില്ല? ഹൽ ഹും ജാഹിലൂന ബിഹി ലാ യദറൂൻ, ഇതൊന്നും അറിയാത്ത ജാഹിലീങ്ങളാണോ? നബിദിനത്തിന് ഇത്രയും ശ്രേഷ്ഠതയുണ്ട്, അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഖുർആനിൽ ചില ആയത്തൊക്കെ നബിദിനത്തിന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവരെ വാദപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്ത് മനസ്സിലായിട്ടില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ആയത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള സഹാബത്തിന് ആർക്കും ഇത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇവർക്ക് അറിയില്ല എന്നാണോ? അം മുസ്തക്ബറൂന അൻ, അല്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അഹങ്കാരികളായിക്കൊണ്ട് ഇതിന്റെ ഒന്നും ഇബാദത്തൊന്നും ആവശ്യമില്ല എന്നാണ്. അവർക്കൊക്കെ അറിയാം, പക്ഷെ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പൊ ഇവർക്ക് രണ്ടാലൊരു കാര്യം ഇതിൽ കൊണ്ട് പറയേണ്ടി വരും. നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. ഏതൊരു ചെറിയ കുട്ടിക്കും, നിങ്ങളെപ്പോലുള്ള ഏതൊരു ചെറിയ കുട്ടിക്കും ഇവരുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാരായ ആളുകളോട് പോയി ചോദിക്കാവുന്ന കാര്യം ഈ രണ്ട് ചോദ്യമുള്ളൂ. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും മീലാദുൽ നബവി, മൗലിദുൻ നബവി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അറിയുമായിരുന്നോ എന്ന് ചോദിക്കാം. അവർ രണ്ടാലൊരു ഉത്തരം പറയണം, അറിയും അല്ലെങ്കിൽ അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് തിരിച്ചുടനെ ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ദീനിന്റെ കാര്യത്തിൽ അറിവുണ്ട് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്, അല്ലെ? കുഫറാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും എനിക്ക് ദീനിന്റെ കാര്യത്തിൽ അറിയാമെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി അറിയുമെന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാൻ, അറിയുമെങ്കിൽ അറിഞ്ഞ കാര്യം അമല് ചെയ്യാത്ത ആളുകളാണോ? ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്ത കാര്യം പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം പ്രവർത്തിക്കാത്ത ആളുകളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും? അവരോട് ചോദിക്കാം. ഇതാണ് കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അവരോട് വളരെ നസീഹത്തോടു കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞാൽ തിരിയാവുന്നത്. പക്ഷെ ഇന്നത്തെ കാര്യം അങ്ങനല്ല. പലർക്കും ഇത് അറിയാനിട്ടല്ല, കിബിറാണ്, അഹങ്കാരമാണ്. ഞങ്ങൾ ഇത്രയും കാര്യം ഏതായാലും ആചരിച്ചു, ഇനിയിപ്പോൾ നിങ്ങൾ ഒരു വർഷം വന്ന് ഇത് പറയുമ്പോൾ ഞങ്ങൾ മാറ്റാനൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെയും നടത്തും, അതിന്റെ അടുത്ത വർഷം അതിനേക്കാളും നടത്തും, നിങ്ങൾ എന്ത് തെളിവ് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവരുടെ ഷർറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളൂ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യമാണ്. ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും പ്രവർത്തനങ്ങളാണ്. അള്ളാഹുവിന്റെ ശിക്ഷകൾ ഇറങ്ങാൻ അത് മതിയായതാണ്. കാരണം മറ്റു മഅസിയത്തുകളെക്കാളും കടുത്ത ഷിർക്കാണ് ഈ ദിവസങ്ങളിൽ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന രംഗങ്ങളാണ്. ചിലർ അതിനു വേണ്ടി ടിക്കറ്റുകൾ എടുത്തിട്ട് മദീനയിലേക്ക് തന്നെ പോകുന്നത് കാണാൻ സാധിക്കും. അവിടെ പോയിട്ട് ആ ഖബറിന് നേരെ തിരിഞ്ഞിട്ടാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. ആ ഖബറിന് നേരെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. സുന്നത്ത് എവിടെയാണ്? ഖിബ്ലക്ക് നേരെയാണ്. ഏതെങ്കിലും ഒരു കിതാബിൽ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അവർ വിശ്വസിക്കുന്ന മദ്ഹബുകളിൽ ഒരു കിതാബിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ഖബറിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇല്ല. പ്രാർത്ഥിക്കുമ്പോൾ അത് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ മുസ്ലിമീങ്ങളുടെ പൊതു മക്ബറയിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തും ഖിബ്ലക്ക് നേരെ തിരിഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം അതാണ് സുന്നത്തായിട്ടുള്ള കൂടുതൽ ഉത്തരം ലഭിക്കാനായിട്ടുള്ള കാര്യം. എന്നാൽ ഇവർ ഇതാ ആ പച്ച കുബ്ബയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് നമുക്കിപ്പോഴേ കാണാൻ സാധിക്കും. റബിയുൽ അവ്വലാകുമ്പോൾ പല നാടുകളിലും ആളുകളെ വഞ്ചിച്ചിട്ട് അങ്ങനെ ഒരു ഉംറ കൊണ്ടുപോകുന്നുണ്ട്. റബിയുൽ അവ്വൽ ഉംറ അങ്ങനെ പറഞ്ഞിട്ട്, മൗലിദ് ഉംറ എന്നൊക്കെ പറഞ്ഞ് പല രാജ്യത്ത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിന് പുറത്തു പോയ പലയിടത്തും അങ്ങനെ കാണാൻ സാധിക്കും. ഇങ്ങനെ എന്തോ ഒരു കാര്യം സൗദി ഗവൺമെന്റ് ഏർപ്പാടാക്കിയതുപോലെയാണ് ജനങ്ങൾ വിചാരിക്കുക. ഈ 10 ദിവസത്തിൽ ഉംറക്ക് ശ്രേഷ്ഠതയുണ്ട്. ഇനി ഈ 10 ദിവസത്തിലോ ഒരു ദിവസമായിരിക്കും മക്കത്ത് നിൽക്കുക, ബാക്കി 9 ദിവസവും മദീനത്ത് നിന്ന് ഈ രൂപത്തിൽ ഷിർക്കൻ പരിപാടികൾ അവരുടെ റൂമുകളിലും മറ്റുമൊക്കെ നടത്തി പറ്റുന്നത് പോലെ ഖബറിന്റെ അടുക്കലൊക്കെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ സൗദി ഭരണകൂടം ഇതിനെല്ലാം കൃത്യമായി അകറ്റിക്കൊണ്ട് ഇന്ന് വളരെയധികം ദൂരത്തേക്കാണ് അത് കെട്ടിയിട്ടുള്ളത്. ആർക്കും അതിന്റെ അടുത്തേക്ക് തന്നെ പോകാൻ പറ്റാത്ത രൂപത്തിൽ അവരതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർണ്ണമായി എല്ലാ ഷിർക്കുകളിൽ നിന്നും സംരക്ഷിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ശരി, ഇത്രയും കാര്യം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇതിന്റെ ഹദീസ് വിശദീകരിക്കുന്നതിന് മുമ്പ് ആരംഭിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നീട് അദ്ദേഹം ഓരോ മസ്അല, ഇദ് ഇജ്തമഅൽ ഈദ് വൽ ജുംഅ ഫഹൽ ഈദ് യുഗ്നി അനിൽ ജുംഅ,
ഈദും ജുമയും ഒരേ ദിവസം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ജുമക്ക് പകരം ഈദ് മാത്രം നിസ്കരിച്ചാൽ മതിയോ എന്നാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹം പറയുന്നു, ജുമയും ഈദും ഒരേ ദിവസം വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും നിസ്കരിച്ചിരുന്നു എന്നാണ്. അവിടുന്ന് ഈദ് നിസ്കരിച്ചിരുന്നു അതിന്റെ വക്തിൽ, ജുമ അതിന്റെ വക്തിൽ. പക്ഷേ ബാക്കിയുള്ള ആളുകൾക്ക് അവിടുന്ന് റുഖ്സ നൽകിയിട്ടുണ്ട്. ദൂരെ നിന്ന് വരുന്ന, പ്രയാസപ്പെട്ട് മസ്ജിദിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഈദിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജുമഅക്ക് വേണ്ടി വീണ്ടും ഹാജരാകേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്സ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വീടുകളിൽ നിന്ന് എന്ത് ചെയ്യാവുന്നതാണ്? ദൂരെ നിന്ന് വരുന്ന ആളുകൾ, ഇപ്പൊ മസ്ജിദിലേക്ക്, മുസല്ലയിലേക്ക് വളരെ ദൂരത്തു നിന്ന് വരുന്ന ആളുകളുണ്ടാവും. അവരുടെ വീട്ടിന്റെ അടുത്ത് മസ്ജിദൊന്നും ഉണ്ടാവുകയില്ല, ദൂരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. മസ്ജിദ് നബവിയിലേക്ക് വന്ന് വളരെ ദൂരെ, അവാലിയൊക്കെ ഉള്ള ദൂരപ്രദേശങ്ങളാണ്. അപ്പൊ അവിടുന്ന് ആളുകൾ നടന്ന് കഷ്ടപ്പെട്ടു വരും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന്റെ ദിവസം വീണ്ടും ഇങ്ങോട്ട് വരേണ്ടതില്ല, വീട്ടിൽ നിന്നും അവർക്ക് ളുഹർ നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ ചോദ്യം, ഹൽ തുഖാമു സലാത്തു ളുഹർ ഫി മസാജിദ്, എന്നാൽ മസ്ജിദുകളിൽ ളുഹർ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, അത് പാടില്ല. മസ്ജിദുകളിൽ ജുമ കൃത്യമായി നിർവഹിക്കപ്പെട്ടിരിക്കണം. അവിടെ ജുമ നിസ്കരിക്കുക, അങ്ങനെ ആരും വരാതെ മസ്ജിദിൽ ജുമ ഇല്ലാതിരിക്കുക എന്നുള്ളത് പാടില്ല. മറിച്ച് മസ്ജിദുകളിൽ ജുമ നടക്കും. എന്നാൽ മറ്റുള്ള ആളുകൾക്ക് അവർക്ക് ഉദ്ദേശിക്കുന്നെങ്കിൽ അവരുടെ വീടുകളിൽ വെച്ച് ളുഹർ നിസ്കരിക്കാം, അല്ലെങ്കിൽ മസ്ജിദിൽ വന്ന് ജുമ നിസ്കരിക്കാം എന്നുള്ളതാണ്. ശരി, അതിൽ ഒന്നാമത്തെ ഹദീസ്, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബൂ ബക്ർ വഉമർ യുസല്ലൂന അൽ-ഈദൈനി ഖബ്ല അൽ-ഖുത്ബ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, അബൂബക്കർ ഉമർ, അബൂബക്കർ ഉമറുമായിരുന്നു, യുസല്ലൂന അൽ-ഈദൈൻ, അവർ ഈദ് നിസ്കരിക്കുമായിരുന്നു, രണ്ട് ഈദുകൾ നിസ്കരിക്കുമായിരുന്നു, ഖബ്ലൽ ഖുത്ബ, ഖുത്ബക്ക് മുമ്പ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒക്കെ അങ്ങനെയാണ് നിസ്കരിച്ചത്. ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, ഇവിടെ രണ്ട് സഹാബിയുടെ പേര് പറഞ്ഞത് അത് മിൻ ബാബിൽ ഇഖ്തിസാറാണ്, അത് ചുരുക്കുക അല്ല, ഇനിയും ഉസ്മാൻ, അലി എന്നൊക്കെ പറയാനിട്ടല്ല, മറിച്ച് അദ്ദേഹം ഒരു ഫായിദയുമുണ്ട് രണ്ടുപേരെ ഉദ്ധരിച്ചതിൽ, അതുപോലെ മുഴുവൻ പറയണ്ട എന്നുള്ള നിലക്ക് ചുരുക്കി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഈദ് നിസ്കരിച്ചത് സഹറായിലാണ്, മരുഭൂമിയിലാണ്, അഥവാ തുറന്ന പ്രദേശത്താണ് നിസ്കരിച്ചത്. മസ്ജിദിൽ നിന്നും പുറത്തുപോയി തുറന്നൊരു പ്രദേശത്താണ്. ഇന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും, മദീനയിൽ എവിടെയാണ് ഈദ് നിസ്കാരം നിർവഹിച്ചത് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ഒരു മസ്ജിദ് പണിഞ്ഞിട്ടുണ്ട്, അവിടെ ഗവൺമെന്റ് അത് എഴുതി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും, അവിടെയാണ് ഈദ് നിസ്കാരം നടന്നിട്ടുള്ളത് എന്നുള്ളത്. ഈദ് നിസ്കാരത്തിന്റെ പ്രത്യേകത അതാണ്, അത് അവിടെയാണ് സുന്നത്ത്. നമുക്കറിയാം, ഏറ്റവും അഫ്ളലായ മക്കാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മസ്ജിദാണ്. പക്ഷേ ഈദിന് അള്ളാഹു തആല അത് തുറന്നൊരു സ്ഥലത്തേക്കാണ് അത് സുന്നത്താക്കിയിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ നമ്മുടെ അക്കലിനനുസരിച്ചിട്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ. അതിലാണ് മുഅ്മിനീങ്ങൾക്ക് കൂടുതൽ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാകുക എന്നുള്ളതാണ്, ഒരുപാട് ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് അനുഭവിച്ച്, വർഷങ്ങളോളം അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മളിൽ പലരും, അല്ലെ? ആ ദിവസം നമുക്ക് മസ്ജിദിൽ നിന്ന് മാറി ഒന്ന് ഈദ് മുസല്ലയിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രത്യേക സന്തോഷം മുസ്ലിമീങ്ങൾക്കുണ്ട്. യഥാർത്ഥത്തിൽ മസ്ജിദ് തന്നെയാണ് അഫ്ളലായിട്ടുള്ള കാര്യം. പക്ഷെ അന്ന് ഇങ്ങനെയുള്ള ഈദ് മുസല്ലകളിൽ പങ്കെടുക്കുക എന്നുള്ളത് മനസ്സിന് വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. അല്ലാഹു തആല ഈദിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സുറൂറാണ്, സന്തോഷമാണ്. അന്ന് ആളുകൾ പരസ്പരം സന്തോഷം പകരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈദിന് വേണ്ടി പോകുന്ന സമയത്ത് ഒരു വഴിയും തിരിച്ചു വരുന്ന സമയത്ത് വേറൊരു വഴിയും, അഥവാ ജനങ്ങളെ കൂടുതൽ കാണുക എന്നുള്ളതാണ്. പോകുന്ന വഴി ഒരു വിഭാഗം ജനങ്ങളെ കാണാൻ സാധിക്കും, വരുമ്പോൾ വേറൊരു വഴി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ എല്ലാവരെയും കണ്ട് എല്ലാവരോടും സന്തോഷം പങ്കിട്ട് അങ്ങനെയുള്ളൊരു ദിവസമായിരിക്കണം ഈദ് എന്നുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മസ്ജിദിന് പുറത്ത് നിശ്ചയിച്ചത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞത് കാണാം. ഇനി ഹദീസിലുള്ള ഫവായിദുകൾ. ഒന്നാമത്തേത്, മശ്റൂഇയ്യത്തു സ്വലാത്തിൽ ഈദ് ബിനാഅൻ അലാ ഹാദൽ ഹദീസ്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്വലാത്തുൽ ഈദ് ശർആക്കപ്പെട്ട കാര്യമാണ് എന്ന് കിട്ടി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ നമുക്കത് അടുത്ത് അറിയേണ്ടത്, അത് സുന്നത്താണോ, ഫർദു കിഫായയാണോ, ഫർദു ഐനാണോ? സുന്നത്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപേക്ഷിക്കുക, ഒരു കുഴപ്പമില്ല, സുന്നത്താണ്. ഒരു നാട് ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സുന്നത്തായ ഒരു കാര്യം ഉപേക്ഷിച്ചു എന്ന് മാത്രം. ഫർദു കിഫായ എന്ന് പറഞ്ഞാൽ നാട്ടിലെ കുറച്ച് ആളുകൾ ഈദ് നിസ്കാരത്തിന് പോകണം, ബാക്കിയുള്ളവർ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് ഫർദു കിഫായ. ഫർദു ഐൻ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളും, ആണും പെണ്ണും ഒക്കെ പോകണം എന്നതായിരിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഈ മൂന്ന് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട്. വസ്സഹീഹ് അന്നഹ ഫർദു ഐനിൻ അല റിജാൽ,
ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, കഴിവുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫർദു ഐനാണ് എന്നാണ്. കഴിവുള്ള ഒരു പുരുഷൻ, രോഗമില്ല, മറ്റു പ്രയാസങ്ങളൊന്നും തന്നെ ഇല്ല, കഴിവുള്ള ഒരാൾ മസ്ജിദിലേക്ക് വരാതെ വീട്ടിലിരുന്നാൽ അവൻ കുറ്റക്കാരനായിരിക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷെ അദ്ദേഹം പറയുന്നു, ചില ആളുകൾ ചോദിച്ചേക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിർബന്ധമായ കാര്യങ്ങൾ ഖംസു സലവാത്തിൻ ഫറലഹുന്നല്ലാഹു ഫിൽ യൗമി വൽ ലൈല, ഒരു രാവും പകലും ഒരു ദിവസത്തിൽ 5 നിസ്കാരങ്ങളാണ് അല്ലാഹു തആല നിർബന്ധമാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്ക് എന്തൊക്കെയാണ് നിർബന്ധമാക്കിയത് എന്ന് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരത്തെ നിസ്കാരം മാത്രം പറയുകയും അതല്ലാതെ വേറൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ലാ ഇല്ല അൻ തതവ്വ, നീ സുന്നത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അതേ ഉള്ളൂ, നിർബന്ധം ഈ 5 എണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതൊരിക്കലും തന്നെ ഈദ് നിസ്കാരം നിർബന്ധമല്ല എന്ന് അറിയിക്കുന്നില്ല. കാരണം ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നത് അത് ദിവസവുമുള്ള കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഒരു ദിവസത്തിൽ എന്ത് നിർബന്ധമായി എന്നുള്ളതാണ്, അതല്ലാതെ ഒരു വർഷത്തിൽ എന്തൊക്കെ നിർബന്ധമായ നിസ്കാരമുണ്ട് എന്നല്ല. എന്നാൽ പ്രത്യേകമായ കാരണമുള്ള ഈദ് പോലെയുള്ളതിന് അതിന് പ്രത്യേക തെളിവുകളുണ്ട്. അതുകൊണ്ട് ഈദ് നിസ്കാരം അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ചില ഉലമാക്കളുടെ അഭിപ്രായ പ്രകാരം മസ്ജിദിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തഹിയ്യത്തുൽ മസ്ജിദ് വാജിബാണ്. കാരണം അതിനൊരു പ്രത്യേക കാരണമുണ്ട് മസ്ജിദിലേക്ക് പ്രവേശിക്കാന്ന്. പ്രത്യേക കാരണമുള്ള ചില നിസ്കാരങ്ങൾ അത് വേറെ തന്നെ നിർബന്ധമാകും. ഈ ഹദീസ് കൊണ്ട് അത് നിർബന്ധമല്ല എന്ന് തെളിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഈദ് നിസ്കാരത്തിന് എത്തുന്ന സമയത്ത് ഒരാൾ എത്തുമ്പോഴേക്കും അവിടെ ഒരു റക്അത്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പൊതു ഹദീസിന്റെ ഭാഗം എടുത്തുകൊണ്ട് തന്നെ ബാക്കി അയാൾക്ക് പൂർത്തീകരിക്കാം. മാ അദ്റക്തും ഫസല്ലു, നിങ്ങൾ കിട്ടിയത് ഒരു റക്അത്താണെങ്കിൽ അത് നിങ്ങൾ പൂർത്തീകരിക്കുക, അത് നിസ്കരിക്കുക. വമാ ഫാതക്കും ഫാത്തിമ, നഷ്ടപ്പെട്ട ഒരു റക്അത്ത് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇനി ഒരു നാട്ടിന് ഒന്നടക്കം ഈദ് നിസ്കാരം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് മാസം യഥാർത്ഥത്തിൽ കണ്ടിരുന്നു, പക്ഷെ ആ നാട്ടിൽ കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് എന്തോ അബദ്ധം പറ്റി. പിന്നീടാണ് അറിയുന്നത് ഇന്ന് പെരുന്നാളാണ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മാസം കണ്ടിരുന്നു എന്നുള്ള വാർത്ത പിന്നീട് എത്തിയ വിവരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഈദ് നിസ്കാരം ഖളാ വീട്ടേണ്ടതുണ്ടോ എന്നാണ്. ഈദ് നിസ്കാരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈദ് നിസ്കാരം ഖളാ വീട്ടേണ്ടതുണ്ട് എന്നാണ്. ആ വിവരം കിട്ടുന്നത് ജവാലിന് മുമ്പാണെങ്കിൽ, അഥവാ ളുഹറിന്റെ മുമ്പാണ് എങ്കിൽ എപ്പോഴാണോ വിവരം കിട്ടുന്നത് അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈദ് നിസ്കരിക്കാം. ഉദാഹരണത്തിന് ളുഹർ 12:30-ക്കാണ്, 11:30-ക്കാണ് വിവരം കിട്ടുന്നത് ഇന്ന് പെരുന്നാളാണ് എന്നുള്ളത്. ഉടനെ തന്നെ ഈദ് നിസ്കാരം നിർവഹിക്കുക. കാരണം ഈദ് നിസ്കാരത്തിന്റെ സമയം ദുഹാസമയമാണ്. എപ്പോൾ സൂര്യൻ ഒരു ചാണ് ഉയർന്ന് നിൽക്കുന്നത് മുതൽ ളുഹറിന്റെ സമയത്തിന് തൊട്ടു മുമ്പുള്ള സമയമാണല്ലോ. ആ സമയമാണ് ഈദ് നിസ്കാരത്തിന്റെ സമയം. അതുകൊണ്ട് ആ സമയത്ത് ഒരാൾക്ക് നിസ്കരിക്കാം. എന്നാൽ ളുഹറിന് ശേഷമാണ് അറിയുന്നത് ഇന്ന് പെരുന്നാളായിരുന്നു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈദ് നിസ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരിക്കൽ സവാലിന് ശേഷം അറിഞ്ഞപ്പോൾ അവിടുന്ന് ജനങ്ങളോട് പിറ്റേ ദിവസം ഈദിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞത് കാണാൻ സാധിക്കും. അത് ഈദ് നിസ്കാരത്തിനൊരു പ്രത്യേകത ഉള്ളൊരു കാര്യമാണ്. മറ്റൊരു നിസ്കാരത്തിനും ഈ രൂപത്തിൽ ഇല്ല. അത്രയും പ്രാധാന്യം ഈദ് നിസ്കാരത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഫായിദ സഹോദരങ്ങളെ, മശ്റൂഇയ്യത്തുൽ ഖുത്ബ ഫീ സലാത്തിൽ ഈദ്, ഈദ് നിസ്കാരത്തിന് ഖുത്ബ ശറഅക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഹദീസിൽ വന്നു യുസല്ലൂനൽ ഈദൈനി ഖബ്ലൽ ഖുത്ബ, ഖുത്ബക്ക് മുമ്പ് അവർ ഈദ് നിസ്കാരം നിർവഹിക്കുമായിരുന്നു എന്നാണ്. അവിടെ വളരെ വ്യക്തമാണ്. ഇനി അവിടെ പിന്നെ ചർച്ച ഉള്ളത് അത് ഒരു ഖുത്ബയാണോ 2 ഖുത്ബയാണോ എന്നാണ്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറഞ്ഞു ഫി ഹാദാ ഖിലാഫുൻ ബൈന അഹ്ലിൽ ഇൽം, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വ അക്സറുൽ ഉലമാ അലാ അന്നഹാ ഖുത്ബതാൻ, അധിക പണ്ഡിതന്മാരും 2 ഖുത്ബ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞു ഇന്നഹാ ഖുത്ബ വാഹിദ, ഒറ്റ ഖുത്ബയേ ഉള്ളൂ. ഈ ഹദീസിൽ ഖബ്ലൽ ഖുത്ബ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഖബ്ലൽ ഖുത്ബതൈൻ എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ളൂ എന്നും ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഇത് ഉലമാക്കൾക്കിടയിൽ, സലഫി ഉലമാക്കൾക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് 2 ഖുത്ബ പറയാന്ന് പറഞ്ഞാൽ വലിയൊരു അബദ്ധമാണ്, അല്ലെങ്കിൽ വലിയൊരു ബിദ്അത്താണ് എന്ന് പറഞ്ഞത് കാണുന്നുണ്ട്. അത് ശരിയല്ല. മറിച്ച് ഇത് രണ്ടും ഉലമാക്കൾക്ക് അഭിപ്രായമുള്ള കാര്യമാണ്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം തർജീഹ് ചെയ്യുന്നത് ഒരൊറ്റ ഖുത്ബ തന്നെയാണ് നമ്മുടെ നാടുകളിൽ പൊതുവെ നടന്നു പോരുന്നത് പോലെ. മൂന്നാമത്തെ ഫായിദ അന്നൽ ഖുത്ബ ബഅദ സ്വലാ, ഖുത്ബ എപ്പോഴും നിസ്കാരത്തിന് ശേഷമാണ്. എന്നാൽ ജുമുഅക്ക് നമുക്കറിയാം എപ്പോഴാണ് ഖുത്ബ, ജുമുഅക്ക് നിസ്കാരത്തിന് മുമ്പാണ്. ഇവിടെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അതിനൊരു ഇല്ലത്തായി കാരണമായി പറയുന്നത് ജുമുഅ നിസ്കാരത്തിന്റെ ഖുത്ബ എന്ന് പറയുന്നത് അതിന്റെ ഷർത്തിൽപ്പെട്ടതാണ്. ആ ഖുത്ബ പറയാതെ ജുമുഅ മാത്രം നിസ്കരിച്ചാൽ ശരിയാവില്ല. ഒരാൾ ഖുത്ബ പറയാൻ കിട്ടിയിട്ടില്ല, എന്നാൽ പിന്നെ നമുക്ക് ജുമുഅ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ ശരിയാവില്ല.
ഖുതുബ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ളുഹർ നിസ്കരിക്കാൻ മാത്രമാണ് വകുപ്പുള്ളൂ. ഖുതുബ പറയുക എന്നുള്ളത് ജുമുഅ നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെ ആദ്യം വെച്ചത്. കാരണം അത് കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ആ നിസ്കാരം ശരിയാവണമെങ്കിൽ ആദ്യം ഖുതുബ കഴിയണം. അങ്ങനെയാണല്ലോ ഷർത്ത് ഉണ്ടാവുക. എന്നാൽ ഈദിന്റെ ഖുതുബ എന്ന് പറയുന്നത് അതിന്റെ ഷർത്തല്ല. ഈദിന്റെ ഖുതുബ എന്ന് പറയുന്നത് സുന്നത്താണ്. ഒരാൾ ഖുതുബ പറഞ്ഞിട്ടില്ല എങ്കിലും അവിടെ അതൊരു കുഴപ്പവുമില്ല, അത് സുന്നത്താണ്. അതുകൊണ്ടാണ് അതിന് ശേഷം വെച്ചിട്ടുള്ളത്. നിസ്കാരമാണ് അവിടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫർള് ഐന, പുരുഷന്മാർക്ക് ഫർള് ഐൻ എന്ന് പറയുന്ന നിസ്കാരമാണ്. അവിടെ ഖുതുബ നടത്തുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, അതിന്റെ ഷർത്തിലോ മറ്റോ പെട്ട കാര്യമല്ല. ശരി, ഈ ഹദീസിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ഫായിദ. ലിമാദ ദക്കറ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്നൽ ഖുതുബ ബഅദ അസ്സലാ, ഖുതുബ നിസ്കാരത്തിന് ശേഷമാണ് എന്ന് പ്രത്യേകം ഇബ്നു ഉമർ പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി, ഉമവി ഭരണകാലത്ത് ചില ഉമറാക്കൾ, പിന്നീട് വന്ന ചില ഉമറാക്കൾ അവരുടെ ബുദ്ധി പ്രകാരം ആദ്യം ഖുതുബ പറയുകയും പിന്നെ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്, ജുമുഅ പോലെ. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ജനങ്ങളിപ്പോ തീരെ ഇൽമിനിരിക്കുന്നില്ല. ജനങ്ങൾ മിക്ക ആൾക്കാർ ഇന്നൊക്കെ ഉള്ള പോലെ തന്നെ ഖുതുബ കേൾക്കുന്നതിന് മുമ്പേ തന്നെ പോയി കളയുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഖുതുബ പറഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാം. നിസ്കരിക്കാണ്ട് ആരും പോകില്ല. നിസ്കാരം ഫർളാന്ന് പറയുന്നതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കുമല്ലോ. അങ്ങനെ അവർ ചെയ്തിരുന്നു എന്നാണ്. പക്ഷേ അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെയ്തതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. മറ്റെന്തെങ്കിലുമൊക്കെ മസ്ലഹത്ത് വിചാരിച്ച് ഇബാദത്തുകൾ നമുക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പ്രത്യേകമായി അത് നിസ്കാരത്തിന് ശേഷമാണ് ഖുതുബ ഉണ്ടായിരുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളൂ. ആദ്യം നിസ്കാരം തന്നെയാണ്, പിന്നെയാണ് ഖുതുബ. ഇരിക്കുന്നവർക്ക് ഇരിക്കാം, ഇരിക്കാത്തവർക്ക് എഴുന്നേറ്റ് പോകാം, യാതൊരു കുഴപ്പവും അതിലില്ല. ഇരിക്കലിലാണ് കൂടുതൽ ഖൈർ, അയാൾക്ക് കൂടുതൽ റഹ്മത്തും ഖൈറും ആ ദിവസം കിട്ടുന്നത്. ഉലമാക്കൾ പറയുന്നു അത് ആ മുസല്ലയിൽ വെച്ചിട്ടാണ്. ഈ ദിവസം മുഴുവനും റഹ്മത്തും അള്ളാഹുവിന്റെ മഗ്ഫിറത്തും ഒക്കെ ഇറങ്ങുന്ന ദിവസമാണ്. അത് ആ മുസല്ലയിലാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുക. അതുകൊണ്ട് ഇരിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ ഖൈർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടുത്തൊരു ഫായിദ, മാ ഫായിദത്തു ദിക്രി അബീ ബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമ മഅ അന്ന ദലീൽ ബിഫിഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിൻ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്നതിനോടൊപ്പം അബൂബക്കറും ഉമറും ഒക്കെ ചെയ്തു എന്ന് കൂടെ പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ ഹദീസ് മതിയല്ലോ. അബൂബക്കർ ചെയ്യണമെന്നില്ല, ഉമർ ചെയ്യണമെന്നില്ല റളിയല്ലാഹു അൻഹുമ. എന്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്? ഹദീസുകൾ അങ്ങനെ പറയാനുള്ള കാരണം, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഫായിദയായി ഉലമാക്കൾ പറയുന്നത്, ബയാനു അന്ന ഹാദൽ ഹുക്മ ലം യുൻസഖ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാവും ഈ നിയമം നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല, ദുർബലപ്പെട്ടിട്ടില്ല. കാരണം നസ്ഖ് ചെയ്യണമെങ്കിൽ എപ്പോൾ ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് നസ്ഖ് ചെയ്യണം. ദീനിലൊരു നിയമം ആദ്യം ഉണ്ടായി, പിന്നീട് അല്ലാഹു തആല നസ്ഖ് ചെയ്യും. അത് ദീനിലുള്ള കാര്യമാണ്. പിന്നീട് അത് ശറഅാക്കുകയില്ല. അത് എപ്പോൾ ചെയ്യണം? വഫാത്തിന് മുമ്പ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബൂബക്കർ ഉമറോ അത് ചെയ്യുന്ന പറഞ്ഞാൽ നസ്ഖ് ചെയ്തിട്ടില്ല എന്നുള്ള ഫായിദ കിട്ടും. കാരണം പല കാര്യത്തിലും തെളിവ് പിടിക്കുന്ന സമയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ തർജീഹ് ചെയ്യാൻ, ഇന്നതാണ് ശരി എന്നൊക്കെ പറയാൻ ദലീലുകളായി വരുന്ന കാര്യമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇത് നസ്ഖ് ചെയ്യപ്പെടാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ തുടർന്നിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അത് പല ഹദീസുകളിലും ഈ ഒരു ഫായിദ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വേറൊരു ഫായിദ പറഞ്ഞിട്ടുണ്ട്. ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾ ഉള്ള ഒരു മുസ്ലിം ഭരണാധികാരി അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മസ്ജിദ് ഉണ്ട്, അവർക്കുണ്ട് എങ്കിൽ, അവിടെയാണെങ്കിൽ മുസല്ല ഇല്ല എങ്കിൽ, അദ്ദേഹം മുസ്ലിം ഭരണാധികാരികളുള്ള നാട്ടിലുള്ള കാര്യമാണ് പറഞ്ഞത് എന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു നാട്ടിൽ അവിടെ മസ്ജിദിലാണ് ഈദ് നടക്കുന്നത് എങ്കിൽ, ഈദ് നിസ്കാരം നടക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിനോട് അദ്ദേഹം പറയുന്നത്, ഒരിക്കലും തന്നെ സുന്നത്ത് കിട്ടുക എന്നുള്ള നിലക്ക് കുറച്ചാളുകൾ മാത്രം പോയി ഒരു മുസല്ല സംഘടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, ഇദാ സല്ലന്നാസു ഫിൽ മസാജിദ്, ജനങ്ങളെല്ലാം മസ്ജിദിലാണ് നിസ്കരിക്കുന്നത്, വലം യഖ്റുജു ഇലാ മുസല്ലൽ ഈദ്, ഈദിന്റെ മുസല്ലയിലേക്ക് അവർ പോകുന്നില്ല, ഫഹൽ യസൂഗു ലിൽ ഇൻസാനി അൻ യജ്തമിഅ ബി ഇഖ്വാനിഹി വയഖ്റുജ ഇലാ മുസല്ലൽ ഈദ് വയദഅൽ ജമാഅ, മുസ്ലിം ജമാഅത്തിനെ ഒന്നടങ്കം ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് ആളുകൾ പോയി ഈദ് നിസ്കാരത്തിന് വേണ്ടി മുസല്ലൽ ഈദിൽ പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം സുന്നത്ത് ഈദ് നിസ്കാര മുസല്ലയിൽ പോകലാണല്ലോ. അങ്ങനെയാണ് ചിലർ ചിന്തിക്കുക, അതാണല്ലോ കൂടുതൽ സുന്നത്ത്. സുന്നത്ത് പിൻപറ്റാൻ ഇനി ഒരൊറ്റ ആളായാലും മതി എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ പുറപ്പെടും. അദ്ദേഹം പറഞ്ഞു, ലാ യഹ്ലു ലഹും ഹാദാ, അവർക്കൊരിക്കലും അത് അനുവദനീയമല്ല. ലിഅന്നഹും ബിദാലിക മുഖാലിഫൂന ലിൽ ജമാഅ, ജമാഅത്തിനെതിരാകലാണത്. ബൽ യുസല്ലൂന മഅന്നാസി വയുവാഫിഖൂനഹും, അവർ ജനങ്ങളോടൊപ്പം നിസ്കരിക്കുകയാണ് വേണ്ടത്, അവരോടൊപ്പം ചേരുകയാണ് വേണ്ടത്. വമൻ ഖറജ അനിൽ ജമാഅ ഫഖദ് ശദദ, ആരെങ്കിലും ജമാഅത്തിൽ നിന്നും എതിരായി പുറപ്പെട്ടാൽ അവൻ ഒറ്റപ്പെട്ടു. വലൗ ഫതഹ്നൽ ബാബ ലികുല്ലി ഇൻസാനിൻ യഅമലു ബിറഅയിഹി ലകാനത്തിൽ മസ്അലത്തുൽ ഫൗള,
എല്ലാ ആളുകൾക്കും അവർക്ക് തോന്നുന്ന എനിക്ക് ഇന്ന് നിസ്കരിക്കലാണ്, എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നിസ്കരിക്കലാണ്, ഇതാണ് എനിക്ക് ശരിയായി തോന്നുന്നത് എന്ന് ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കാര്യങ്ങളാകെ വഷളാകും. ഇത് ദീനിൽ ഒരിക്കലും പാടില്ല. മുസ്ലിമീങ്ങളുടെ ഐക്യമുണ്ടാകുന്ന ഐക്യത്തിൽ ചെയ്യേണ്ട കാര്യത്തിൽ പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ അവിടെ പറയുകയാണ്. കമാ യഫ്അലു ബഅദു നാസി ഫഖദ് യഖ്നുതൂന ലിശ്ശീശാനി ബിഅൻ യൻസുറഹുമുല്ലാഹ് വയദ്ഹറ അദുവഹും. ഒരുപക്ഷെ സൗദിയിൽ അന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടം നമുക്കറിയാം. ഷീഷ എന്ന് പറഞ്ഞാൽ ചെച്ചിനയിലാണ്. അപ്പോൾ ചെച്ചിനയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ചില ആളുകൾ മസ്ജിദിൽ വെച്ചിട്ട് കുനൂത്ത് ഓതുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു വഹാദ തയ്യിബുൻ അൻ തദ്ഉ ലഹും ബിന്നസ്ർ, അവർക്ക് സഹായം ഉണ്ടാകാൻ ദുആ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ശരി തന്നെയാണ്, നല്ല തന്നെയാണ്. അതുപോലെ അവരുടെ ശത്രുക്കൾ പരാജയപ്പെടാൻ പ്രാർത്ഥിക്കുക എന്നുള്ളത് ശരിയാണ്. ലാകിൻ ഇദാ ലം യഅ്മുർ ബിദാലിക്കൽ ഇമാം ഫഅദമുൽ ഖുനൂതി ഔലാ ലിഅസ്ബാബിൽ ആതിയ. താഴെ പറഞ്ഞ ചില കാരണത്താൽ അങ്ങനെ ഇമാം ഭരണാധികാരി, ആ രാജ്യത്തിന്റെ ഭരണാധികാരി കുനൂത്ത് ഓതാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. നിങ്ങൾ ഒരു മസ്ജിദിൽ മാത്രം കുനൂത്ത് ഓതുക, ബാക്കിയുള്ള മസ്ജിദ് ഇല്ലാതിരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ചില കാരണങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മസ്ജിദ് നബവിയിൽ മാത്രമേ കുനൂത്ത് ഓതിയിരുന്നുള്ളൂ. ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാര്യത്തിൽ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളാണ് തീരുമാനമെടുക്കേണ്ടത്. അവരെല്ലാവരോടും കുനൂത്ത് ഓതാൻ പറഞ്ഞാൽ അപ്പോൾ കുനൂത്ത് ഓതുക, ഇങ്ങനെയുള്ള കാര്യമാണ്. ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾക്ക് തോന്നുക ഈ മസ്ജിദിന്റെ ആൾക്കാർ അവർ കുനൂത്ത് ഓതുന്നു, അവർ ഓതുന്നില്ല, ഇവർക്ക് മുസ്ലിമീങ്ങൾ സ്നേഹമുണ്ട്, അവർക്ക് സ്നേഹമില്ല. അങ്ങനെ ഒരു ഐക്യത്തിന്റെ വാതിൽ പൊട്ടിച്ചുകൊണ്ട് അവിടെ ഒരു ഭിന്നിപ്പിന്റെ വാതിൽ തുറക്കുക എന്നുള്ളത് ഉണ്ടാകുക എന്നുള്ളത് ഒരു വേളയിലും പാടില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അടുത്ത ഹദീസ് عن البراء بن عازب رضي الله عنهما قال خطبنا النبي صلى الله عليه وسلم يوم الأضحى بعد الصلاة. البراء بن عازب رضي الله عنه പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ അദ്ഹയിൽ നിസ്കാരത്തിന് ശേഷം ഞങ്ങൾക്ക് ഖുതുബ പറഞ്ഞു. അവിടെയും അദ്ദേഹം കൃത്യമായി നിസ്കാരത്തിന് ശേഷമാണ് ഖുതുബ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് യൗമുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ? ബലിദിനം, യൗമുൻ നഹർ. എന്തുകൊണ്ടാണ് യൗമുൽ അദ്ഹ അല്ലെങ്കിൽ ഈദുൽ അദ്ഹ എന്നൊക്കെ അതിന് പേര് വന്നത്? അദ്ദേഹം പറയുന്നു ലിഅന്ന നുസുക യുസ്ബഹു ഫീഹി ഫിദ്ദുഹ ബഅദ الصലാ. ദുഹാ സമയത്താണ് അറവ് നടക്കുന്നത്. അറവിന്റെ ആദ്യ സമയം അതാണ്, ഏറ്റവും അഫ്ളലായ സമയം അതാണ്. ആദ്യത്തെ ദിവസത്തിൽ തന്നെ നിസ്കാരം എന്തായാലും എപ്പോഴാണ് ഉണ്ടാവുക? ദുഹാ സമയത്താണ്, ആരംഭത്തിലാണ് ഉണ്ടാവുക. അതിനുശേഷം ഉടനെയാണ് അറവ് നടത്തുന്നത്. അതുകൊണ്ടാണ് യൗമുൽ അദ്ഹ എന്ന് പറയുന്നത്. ശരി. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ സലാതനാ വനസക നുസുകന ഫഖദ് അസാബ നുസുക് വമൻ നസക ഖബ്ല الصലാത്തി ഫലാ നുസുക ലഹ്. മൻ സല്ല സലാത്തന, ആരെങ്കിലും നമ്മുടെ നിസ്കാരം നിസ്കരിച്ചു. മൻ സല്ല മിസ്ല സലാത്തിന എന്നതാണ്. ഇതൊരു ഭാഷാപരമായ പ്രയോഗമാണ്. ആരെങ്കിലും നമ്മുടെ നിസ്കാരം നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെയുള്ള നിസ്കാരം. ആ പോലെ എന്നുള്ള വാക്കൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് അത് ബലാഗയിൽ, ഭാഷയുടെ നിയമത്തിൽ ആ ഭംഗി ഉണ്ടാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് എന്നൊക്കെയുള്ള വിശദീകരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മൻ സല്ല സലാത്തന, ആരെങ്കിലും നമ്മൾ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ള പാഠം അതിലുണ്ട്. വനസക നുസുകന, നമ്മൾ അറുത്തതുപോലെ ആരെങ്കിലും അർത്തു, അത് അർത്ഥാതെ ഇനങ്ങളൊക്കെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇനങ്ങൾ, പറഞ്ഞ സമയം, പറഞ്ഞ രൂപം, അങ്ങനെയൊക്കെ അർത്തു. ഫഖദ് അസാബ നുസുക്, അവനാണ് യഥാർത്ഥത്തിൽ നുസുക്, യഥാർത്ഥത്തിലുള്ള ആരാധന കർമ്മം ശരിയായിട്ടുള്ളത് അവന്റേതാണ്. അവന്റെ ആരാധന കർമ്മമാണ് ശരിയായിട്ടുള്ളത്. വമൻ നസക ഖബ്ല الصലാത്തി ഫലാ നുസ്ക ലഹ്, ആരെങ്കിലും നിസ്കാരത്തിന് മുമ്പ് അറുത്തു കഴിഞ്ഞാൽ ഫലാ നുസ്ക ലഹ്, അവന്റെ ബലി ശരിയായിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി അയാൾ അല്ലാഹു തആലക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത് എന്നൊന്നും പരിഗണിക്കുന്നില്ല. ശേഷമുള്ള കാര്യം നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. ഫഖാല അബൂ ബുർദ ഇബ്നു നിയാർ ഖാലുൽ ബറാ, ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ബറാ ഇബ്നു ആസിബിന്റെ ഖാൽ, ഉമ്മയുടെ സഹോദരൻ അബൂ ബുർദ ഇബ്നു നിയാർ, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫഇന്നി നസക്തു ഷാതി ഖബ്ല الصലാ, ഞാൻ നിസ്കാരത്തിന് മുമ്പ് എന്റെ ആടിനെ അറുത്തു. വഅറഫ്തു അന്നൽ യൗമ യൗമു അക്ലിൻ വശുർബ്. നോക്കൂ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് കാര്യം ചിന്തിക്കുന്നത്. ഈ ഹദീസൊക്കെ വായിക്കുന്ന ആൾക്ക് എത്ര പാഠമുണ്ട്. വഅറഫ്തു അന്നൽ യൗമ യൗമു അക്ലിൻ വശുർബ്, അദ്ദേഹം മറ്റു ഹദീസിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഈ ദിവസം തിന്നലിന്റെയും കുടിക്കലിന്റെയും ദിവസമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഇത് തിന്നലിനും കുടിക്കലിന്റെയും ദിവസമാണല്ലോ, ഇത് നോമ്പൊന്നും പാടില്ലല്ലോ. വഅഹ്ബബ്തു അൻ തകൂന ഷാതി അവ്വല മാ യുദ്ബഹു ഫീ ബൈതി, എന്റെ വീട്ടിൽ ആദ്യമായി അറക്കേണ്ടത് എന്റെ വീട്ടിൽ ആടിനെ അറുത്തിട്ട് രാവിലെ ആദ്യം തന്നെ അത് കഴിക്കാം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫദബഹ്തു ഷാതി, അങ്ങനെ ഞാൻ എന്റെ ആടിനെ അറുത്തു. വതഗദ്ദൈതു ഖബ്ല അൻ ആതി അസ്സലാ, നിസ്കാരത്തിന് വരുന്നതിന് മുമ്പേ തന്നെ, ഫജ്ർ നിസ്കാരത്തിന്റെ ആ ഒരു സമയത്തിന് മുമ്പേ തന്നെ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടാണ്. രാവിലെ തന്നെ അറുത്തു, അത് കഴിച്ചു.
എത്ര നല്ല ആശയങ്ങളാണ് അദ്ദേഹം നല്ല ആശയം, നല്ല ചിന്തയായിരുന്നു. യോമു അക്ലുൻ വഷുർബാണ്, ഭക്ഷണവും വെള്ളമൊക്കെ, അങ്ങനെയുള്ള ഓരോരുത്തർ ഇബാദത്ത് ഉണ്ടാക്കുന്നത് എല്ലാം അതിന്റെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒപ്പിച്ചിട്ട് എങ്കിൽ ഇങ്ങനെ അതിന്റെ ബുദ്ധിക്ക് തോന്നുന്ന പോലെയാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അദ്ദേഹം. ഇന്ന് ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ദിവസമാണ്. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് എന്റെ വീട്ടിൽ ആട് അറുത്തിട്ട് ആദ്യം കഴിച്ചിട്ട് മസ്ജിദിലേക്ക് വരണം എന്നതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഷാത്തുക ഷാത്തുല, നിന്റെ ആട് അതൊരു സാധാരണ അറുത്ത ഒരു ആട് മാത്രമായി, അഥവാ നിന്റെ ഉദ്ഹിയത്ത് ബാത്തിലായി, ഉദ്ഹിയത്ത് നിനക്ക് അതിൽ നിന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായി പറഞ്ഞത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ഭാഗത്ത് വിശദീകരിച്ചു, ആരാണ് നമ്മുടെ നിസ്കാരം നിസ്കരിക്കുന്നത്, ആരാണ് നമ്മൾ അർത്ഥതുപോലെ അർത്ഥത്, അവനാണ് യഥാർത്ഥത്തിലുള്ള നുസുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി പറഞ്ഞു. ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നതുപോലെ ചെയ്യണം എന്നിട്ട് വ്യക്തമാക്കുകയും ചെയ്തു. ആരെങ്കിലും നിസ്കാരത്തിന് മുമ്പ് അറിവ് നടത്തിയാൽ അവൻ അറിവില്ല, അവന്റെ ഉദ്ഹിയത്തില്ല എന്ന് പറഞ്ഞു. ശരി, ഇതിനുശേഷം ഈ വ്യക്തി ഇയാളുടെ നല്ല ഉദ്ദേശശുദ്ധി അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. വെള്ളവും ഭക്ഷണമൊക്കെ കഴിക്കേണ്ട ദിവസമല്ലേ, ആദ്യം എന്റെ ആടനായിക്കോട്ടെ എന്ന് വിചാരിച്ചു, അങ്ങനെയൊക്കെ ഞാൻ അർത്ഥതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരി, നല്ല നിയ്യത്തുള്ള ആളാണെങ്കിൽ ശരി, അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഷാത്തുക ഷാത്തുൽ ലഹ്ം, നിന്റെ ആട് സാധാരണ ഒരു ദിവസം അർത്ഥ പോലെ തന്നെ, അഥവാ ദുൽഹിജ്ജ 1 അന്ന് അർത്ഥതുപോലെ, റമളാനിൽ അർത്ഥതുപോലെ, മറ്റേതെങ്കിലും ദിവസം അർത്ഥതുപോലെ ഒരു ആടായി മാറി എന്നതേ ഉള്ളൂ. നിനക്ക് ഉദ്ഹിയത്തിൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇപ്പൊ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും, അല്ലെങ്കിൽ അവർക്ക് ഉദർ കൊടുക്കുന്ന സാധാരണക്കാരായ ചിലരുണ്ടാവും. അവർ ചിലപ്പോൾ ബിദ്അത്ത് ചെയ്യുകയില്ല. പക്ഷെ നമ്മളിങ്ങനെ ബിദ്അത്തിനെ ശക്തമായി വിമർശിക്കുന്നൊക്കെ കാണുമ്പോൾ അവർ പറയും, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കൊണ്ടൊക്കെ ചെയ്യുന്നല്ലേ, അല്ലെങ്കിൽ ഇന്നൊക്കെ കാരണങ്ങളൊക്കെ കൊണ്ട് ചെയ്യുന്നതല്ലേ. സഹോദരങ്ങളെ, അങ്ങനെയുള്ള നല്ല ഉദ്ദേശശുദ്ധിയോ അല്ലെങ്കിൽ നല്ല ചിന്തകളോ ഒന്നും തന്നെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ കാരണമാവുകയില്ല. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്ന് നീയത്ത് നന്നായിരിക്കണം, അഥവാ അള്ളാഹു താലക്ക് വേണ്ടി മാത്രമായിരിക്കണം. 2, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയിലായിരിക്കണം. ഇത് രണ്ടും ഒത്താൽ മാത്രമാണ് ഒരാൾക്ക് അയാളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുക. നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ അമൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല, ഉദ്ഹിയത്തിന്റെ അമലായി മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫഇന്ന ഇൻദനാ അനാഖൻ ലനാ ജദഅതൻ ഹിയ അഹബ്ബു ഇലയ്യ മിൻ ഷാതൈൻ. എന്റെ അടുക്കൽ അനാഖ് എന്ന് പറഞ്ഞാൽ 1 വർഷം തികയാത്ത കോലാടാണ്. 4-5 മാസമൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലേക്കുള്ള ആട് 4-5 മാസമായി അതിന് അനാഖ് എന്ന് പറയും. അപ്പൊ അതെനിക്ക് 2 വലിയ ആടുകളെക്കാൾ എനിക്ക് ഇഷ്ടം അതാണ്. അങ്ങനെയുള്ളൊരു അനാഖ് എന്റെ അടുത്തുണ്ട്. അത് അത്രയും വില കൂടിയ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ആട് എന്റെ അടുത്തുണ്ട്. ഇനിയിപ്പോ ഇതേ ബാക്കിയുള്ളൂ. അഫ തജ്ജിഉ അന്നി, ഇനിയിപ്പോ ഞാൻ ഉദ്ഹിയത്ത് അറക്കട്ടെ, അത് മതിയോ? കാരണം അദ്ദേഹം ചോദിക്കാൻ കാരണം, പൊതുവിൽ കോലാടാണെങ്കിൽ 1 വയസ്സ് തികയേണ്ടതുണ്ട് അല്ലെ, കോലാടാണെങ്കിൽ 1 വയസ്സ് തികയണം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ആടൊന്നും ബാക്കിയില്ല, ഉള്ള ആട് ഞാൻ നേരത്തെ അറുത്തു, ഇനിയിപ്പൊ ഇത് മതിയോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അത് മതി. വലൻ തജ്ജിയ അൻ അഹദിൻ ബഅദ, താങ്കൾക്ക് ശേഷം ഒരാൾക്ക് ഇത് മതിയാവുകയില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ബുർദത്ത് ഇബ്നു നിയാർ അൽ-ബറാഉ ബിൻ ആസിബിന്റെ ഉമ്മയുടെ സഹോദരനായ ഈ വ്യക്തിക്ക് പ്രത്യേകമായി നൽകിയതാണ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ശരീഅത്തിൽ നൽകിയ റുഖ്സയാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. കാരണം ശരീഅത്തിൽ ഒരു പ്രത്യേക വ്യക്തിക്ക് ഒരിക്കലും ഒരു റുഖ്സയും ഇല്ല, ഒരു പ്രത്യേക വ്യക്തിക്ക് ഒരു ഇബാദത്തും ഒരു റുഖ്സയും ഇല്ല. അദ്ദേഹം ഇതിനെ വിശദീകരിച്ചു പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ ഹാലുള്ള ഇതേ അവസ്ഥയിൽ കടന്നുപോയ ഖിയാമത്ത് നാൾ വരെയുള്ള ആൾക്കും ഈ നിയമം ബാധകമാണ്. ഇതേ നിയമം തന്നെ ഉണ്ടാകണം. അതായത് ഒരാളുടെ കയ്യിൽ ആകെ ഒരു 6 മാസമുള്ള കോലാടേ ഉള്ളൂ, അപ്പൊ അയാൾക്ക് അറക്കാമെന്നല്ല. അങ്ങനെയല്ല ഇവിടുത്തെ ഹാൽ. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരാൾ പെരുന്നാളിന് ഈദിനും നിസ്കാരത്തിന് മുമ്പേ അറുത്തുപോയി, പിന്നെ അയാളുടെ കയ്യിൽ ആകെ ബാക്കിയുള്ളത് ഇങ്ങനെയുള്ള 1 വയസ്സിന് താഴെയുള്ള ആടാണ്. ഈ ഒരു സാഹചര്യം ഒരാൾക്ക് വന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ അയാൾക്ക് അറക്കാം, അയാൾക്ക് വേറെ ആടൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഹാലിൽ പോകുന്ന ആർക്കും ഇത് ബാധകമാകും എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ജുംഹൂറിനെതിരായ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഈ അഭിപ്രായത്തെയാണ് ശരിവെക്കുന്നത്. വല്ലാഹു അലം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ ഒരാളുടെ കയ്യിൽ 1 വയസ്സിന് താഴെയുള്ള 10 മാസമുള്ള 11 മാസമുള്ള ആടായാലും ശരീഅത്തിന്റെ നിയമപ്രകാരം അത് മുസിന്നത്തല്ല, അതിന്റെ വയസ്സെത്തിയിട്ടില്ല എന്നാണ്. അപ്പൊ ഉദ്ഹിയത്തിന് അറുക്കേണ്ട മൃഗങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഒട്ടകമാണെങ്കിൽ അത് 5 വയസ്സ് തികഞ്ഞിരിക്കണം.
അത് നമ്മുടെ നാട്ടിൽ ഇറക്കുന്ന മറ്റ് പശു പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ പോത്തിനെ പോലെയുള്ളതാണെങ്കിൽ 2 വയസ്സ് തികഞ്ഞാൽ മതി. അതല്ലാത്ത ആടുകളാണെങ്കിൽ പൊതുവെ നമ്മുടെ നാട്ടിലുള്ള കോലാടുകൾ പോലെയുള്ളതാണ് എങ്കിൽ 1 വർഷം അതിന് കൃത്യമായി തികഞ്ഞിരിക്കണം. എന്നാൽ ചെമ്മരി ആടുകളെ സംബന്ധിച്ചിടത്തോളം അതിന് 6 മാസം മതിയായതാണ്. 1 വർഷമായാൽ അതാണ് നല്ലത്, പക്ഷെ 6 മാസമായാൽ അതിന് മതിയായതാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ ഈ കോലാടിന് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയ വ്യക്തിക്ക് ഇളവായി നൽകിയതാണ്. അതുകൊണ്ടാണ് നഅം വലൻ തജ്സിയ അൻ അഹദിൻ ബഅദക്, താങ്കൾക്ക് ശേഷം ഒരാൾക്കും ഇത് മതിയാവുകയില്ല എന്ന് വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാം. ഈ ഹദീസിലുള്ള ഫായിദ ഒന്നാമത്തേത് മശ്റൂഇയത്തു സ്വലാത്തു ഈദുൽ അദ്ഹ, ഈദ് നിസ്കാരം ശരീഅത്തിലുള്ളതാണ് എന്നുള്ളത്. അന്നൽ ഖുത്ബ ബഅദ സ്വലാ, നിസ്കാരത്തിന് ശേഷമാണ് ഖുത്ബയുള്ളത് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അന്നമൻ അമില അമലൻ യതഖറബു ബിഹി ഇലല്ലാഹ്, ആരെങ്കിലും ഒരു പ്രവൃത്തി അള്ളാഹുവിൽ നിന്ന് കൂലി കെട്ടണം ഉദ്ദേശത്തിൽ ചെയ്തു, ഫഇൻ വാഫഖ ശരീഅത ഫഹു മഖ്ബൂൽ, അത് ശരീഅത്തിനോട് യോജിച്ചാൽ മാത്രം അത് സ്വീകരിക്കപ്പെടും. വഇൻ ഖാലഫഹ ഫഹു മർദൂദ്, അവൻ ശരീഅത്തിനോട് എതിരായിട്ടാണ് പക്ഷെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉദ്ദേശിച്ച് ചെയ്തു, അത് മർദൂദ്, തള്ളപ്പെടുന്നതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹു റദ്ദുൻ, ആരെങ്കിലും ഒരു അമൽ ചെയ്തു അതിൽ നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ അത് തള്ളപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. നാലാമത്തെ ഫായിദ അന്നൽ ഇബാദത്തുൽ മുഅഖ്ഖത ലാ തസിഹു ഖബ്ല വഖ്തിഹാ മുത്ലഖ, ഒരു പ്രത്യേക സമയം നിർണയിച്ചിട്ടുള്ള ഇബാദത്തുകൾ ഒരിക്കലും തന്നെ അതിന്റെ മുന്നിൽ വെച്ച് അതിന്റെ മുന്നേ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് അത് ശരിയാവുകയില്ല. നീയത്തൊന്നും അതിന് ബാധകമല്ല. നല്ല നീയത്ത് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഒരാള് ഫജർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഒരാൾ നിസ്കരിക്കുകയാണ്, അത് ഒരിക്കലും യാത്ര അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. യാത്ര ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ദീർഘയാത്ര ബസ്സിൽ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ ഫജറിന്റെ ബാങ്ക് കൊടുത്തിട്ടില്ല, അവർ വേഗം നിസ്കരിക്കുകയാണ്. ഞങ്ങൾ ഫജറിന്റെ ബാങ്ക് കൊടുത്തിട്ടില്ല, യാത്രയല്ലേ. ചില ആൾക്കാർ വെച്ച് യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അങ്ങനെ തോന്നിയ പോലെ എല്ലാ റുക്സകളും തോന്നിയ പോലെ എടുക്കാന്നാണ്. യാത്ര ആയാലും ഫജർ നിസ്കരിക്കണമെങ്കിൽ ഫജറിന്റെ സമയം കഴിഞ്ഞേ പറ്റൂ. അവർ ഫജറിന് മുമ്പേ തന്നെ വേഗം നിസ്കരിച്ചിട്ട് ബസ്സിൽ കയറി ഉറങ്ങാന്നാണ് വിചാരിച്ചത്. അല്ല, യാത്രയായാലും സമയം നിർണയിക്കപ്പെട്ട ഇബാദത്ത് അങ്ങനെ തന്നെ അല്ലെ. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ളുഹറും അസറും ളുഹറിന്റെ വക്തിൽ നിസ്കരിക്കണമെങ്കിൽ പോലും എന്ത് വേണം? ളുഹറിന്റെ ബാങ്ക് കൊടുക്കണം. മഗ്രിബും ഇശയും മഗ്രിബിന്റെ വക്തിൽ നിസ്കരിക്കണമെങ്കിലും സൂര്യൻ അസ്തമിച്ച് മഗ്രിബിന്റെ ടൈം ആകണം. അല്ലാതെ യാത്ര അല്ല അങ്ങനെ ഒരു നിയത്തോ അങ്ങനെ ഒരു കാരണമോ സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരത്തിന് ഇബാദത്തിന് പറ്റില്ല. അതാണ് മൻ നസക ഖബ്ല സലാ ഫലാ നുസ്തല, ആരെങ്കിലും നിസ്കാരത്തിനും അറുത്താൽ അവൻ അറിവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെ അറുത്തു കഴിഞ്ഞാൽ ഈ ആടിനെ നമുക്ക് വിൽക്കാൻ പറ്റുമോ? വേറെ മസലയാണ്. കാരണം ഉളുഹിയത്തിന്റെ ആട് വിൽക്കാൻ പറ്റൂല, നമുക്കറിയാം. ഉളുഹിയത്തിന്റെ ആട് വിൽക്കാൻ പറ്റൂല, അത് വിതരണത്തിന് മാത്രമാണ്. നമുക്ക് കഴിക്കാൻ, കുടുംബത്തിന് കൊടുക്കാം, അയൽവാസികൾക്ക് കൊടുക്കാം. അപ്പൊ ഇത് വിൽക്കാൻ പറ്റുമോ? ഇത് വിൽക്കാവുന്നതാണ്. കാരണം അത് ഷാത്തുൽ അഹ്മാണ്. കാരണം എന്തുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്? കാരണം ഇദ്ദേഹത്തിന് ഉടനെ തന്നെ അടുത്ത ആടറക്കണം. ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ പൈസ കിട്ടി അടുത്ത ആടറക്കാം അല്ലെ. വേറെ വഴിയില്ലെങ്കിലോ ഇത് ആൾക്ക് വിറ്റുകൂടെ? ആടിന്റെ ഇറച്ചിക്ക് വിറ്റ് കഴിഞ്ഞാൽ അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കി അടുത്ത ആടിനെ വാങ്ങിയിട്ട് നിസ്കാരത്തിന് ശേഷമായിട്ടുണ്ടാവും. ഇപ്പോൾ അറിയുമ്പോൾ അയാൾക്ക് അടുത്ത ആട് അറക്കാം. ഒരാൾക്ക് അങ്ങനെ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ബദൽ അറക്കേണ്ടതുണ്ടോ? കയ്യിൽ ആടൊന്നുമില്ല എങ്കിൽ ബദൽ അറക്കേണ്ടതുണ്ടോ എന്നാണ്. ചിലപ്പോൾ സംഭവിച്ചേക്കാം. ചില ആൾക്ക് വിവരമില്ലാതെ നമ്മൾ വിചാരിക്കണം എല്ലാവർക്കും ഹദീസ് കിട്ടും. ചിലപ്പോൾ രാവിലെ തന്നെ പോയി അറുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ തലേന്നൊക്കെ അറുത്തിട്ടുണ്ടാവും. ഫിത്തറിന്റെ അരി തലേന്ന് കൊടുക്കുന്നില്ല, അപ്പൊ അറവ് തലേന്ന് തന്നെ നടത്തിക്കളയാന്നൊക്കെ വിചാരിച്ച് ചില വ്യക്തികൾ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ അറുത്തിട്ടുണ്ടാവാം, സാധ്യതയുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വിവരം കിട്ടി എന്താ പറഞ്ഞു കൊടുക്കുക? ഉലമാക്കൾ പറയും തഫ്സീലുണ്ട്. എന്തായാലും അത് ശരിയായിട്ടില്ല. ഇനി പകരം അറക്കണോ? അയാൾ വല്ല നേർച്ചയും ആക്കിയതാണെങ്കിൽ, നേർച്ച എന്ന് പറഞ്ഞാൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല, പക്ഷെ ചില ആളുകൾ നേർച്ചയാക്കും. ഞാൻ ഈ അദ്ഹക്ക് അല്ലാഹുവിന്റെ പേരിൽ ഇങ്ങനെ അറക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്നാക്കിയാൽ അത് സുന്നത്തായി ഈ അമൽ നിർബന്ധമായി. നേർച്ചയാക്കിയാണെങ്കിൽ അയാൾ നിർബന്ധമായും അതേപോലെയുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാൾ മുന്തിയതോ ആയത് അറക്കാം. അതിനേക്കാൾ ചെറുതറക്കാൻ പാടില്ല. ഒരാൾ കുട്ടനെ അറക്കാൻ നേർച്ചയാക്കിയ പിന്നെ ആടിനർത്താൻ പോരാ. ഒരാൾ ഒട്ടകത്തിന് നേർച്ചയാക്കിയാൽ അതിന് താഴെയുള്ളത് പോരാ. അതാണ് മനസ്സിലാക്കേണ്ടത്. നേർച്ചയാക്കിയാൽ അതോ അതിന് മുകളിലുള്ളതോ ആണ് അറക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ അയാളത് ചെയ്യുക. അതല്ല എങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. കാരണം സുന്നത്തായ അമലാണ്. ഒരാൾ നിശ്ചയിച്ച സമയത്ത് ഉദ്ദേശിച്ചിട്ട് പിന്നീട് പിന്മാറിയാലും സുന്നത്തായ അമലിൽ എന്തില്ല, കുറ്റമില്ല. ഒരാൾ സുന്നത്തായ നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചു എടുത്തു, പെട്ടെന്ന് ഒഴിവാക്കിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം കുറ്റമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സുന്നത്തായ സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചു ഒഴിവാക്കി, അയാൾക്ക് കുറ്റം ഉണ്ടാകുന്നില്ല, പ്രതിഫലം ഇല്ലാതായി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കുക. ഇനി ഇബ്നു സൈബ് റഹിമഹുല്ലാഹ് അതേപോലെ തന്നെ പറഞ്ഞ കാര്യമാണ് മുഅഖ്ഖത്തായ വക്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരം അതിന് മുമ്പേ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പോലെ തന്നെ അതിന്റെ സമയം കഴിഞ്ഞ് മനഃപൂർവ്വം ചെയ്യുക എന്നുള്ളതും ആ അമല് ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്.
ഒരാൾ സമയം കഴിഞ്ഞ് മനഃപൂർവ്വം ചെയ്യും. ഉദാഹരണത്തിന് അസർ നിസ്കാരം അയാൾക്ക് അറിയാം ഇത് മഗ്രിബിന് മുമ്പ് നിസ്കരിക്കണം, മനഃപൂർവ്വം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു അയാൾ 1000 നിസ്കാരം നിസ്കരിച്ചിട്ടും കാര്യമില്ല, അയാളുടെ അസർ സ്വീകരിക്കപ്പെടും. എന്താ ചെയ്യാൻ? അതിന് തൗബ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അസർ മനഃപൂർവ്വം ഒഴിവാക്കി. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു പ്രവർത്തനം, അതാണ് അസറിന്റെ സമയം, അതിന്റെ അപ്പുറത്തേക്ക് റസൂലിന്റെ കൽപ്പന മുമ്പേ തന്നെ ചെയ്യണം എന്നാണ്. അവസാന സമയത്ത് ചെയ്യുന്നവരെ തന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് ഒരു കാരണവുമില്ലാതെ. അപ്പോൾ അത് ശരിയാവുകയില്ല എന്നാണ്. എന്നാൽ അതല്ല, ഉദുർ കൊണ്ടാണ് ഒരാൾക്ക് സമയം വൈകിപ്പോയത് എങ്കിലോ, നിസ്കാരമാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ, ഉദുർ കൊണ്ടാണ് വൈകിപ്പോയത് എങ്കിൽ അയാൾക്കത് ഖളാ വിട്ടാം എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി 5ാമത്തെ ഫായിദുമായി ബന്ധപ്പെട്ടതാണ്. ഒരാൾ വക്താകുന്നതിന് മുമ്പ് ജാഹിലായിക്കൊണ്ട് അറിവില്ലാതെ ചെയ്താൽ പോലും വാജിബാണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് വാജിബാണ്, സുന്നത്താണെങ്കിൽ ചെയ്യാൻ സുന്നത്താണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറഞ്ഞൊരു കാര്യമാണ്, ഫലു അന്ന റജുൽ സല്ല ളുഹർ യظن അന്ന الشمس قد زالت. ളുഹറിന്റെ സമയമായി എന്ന് വിചാരിച്ച ഒരാൾ ളുഹർ നിസ്കരിച്ചു. ഫതബയ്യന അന്നഹാ ലം തസുൽ. ളുഹറിന്റെ സമയമായിട്ടില്ല എന്ന് വ്യക്തമായി. ഫഹൽ തുജ്സി അൻ ളുഹരി ഔ ലാ. ളുഹറിന് പകരമാകുമോ? ഇല്ല, ഒരിക്കലും ആകുകയില്ല. അവന് നിർബന്ധമായി ളുഹർ മാറ്റി നിസ്കരിക്കണം. എന്നാൽ ആദ്യത്തെ റക്കായത്തുകൾ എന്താകും? അത് നാഫിലത്തായി, സുന്നത്തായി പരിഗണിക്കും. കാരണം അത് നിസ്കാരമാണ് എന്നുള്ള നിയത്തും അവനുണ്ട്, ലുഹറാണെന്നുള്ള നിയത്തും ഉണ്ട്. ലുഹറാണെന്നുള്ളത് മാത്രമാണ് അവിടെ ബാത്തിലായി പോയിട്ടുള്ളത്. അവിടെ നിസ്കാരത്തിന്റെ കൂലി കിട്ടും. ഏതുപോലെയല്ല, ഉദുഹിയത്തിന്റെ പോലെയല്ല. അവിടെ ഉദുഹിയത്തിന്റെ കൂലി കിട്ടിയിട്ടില്ല. കാരണം ഉദുഹിയത്ത് സുന്നത്തും ഫർളും ഇല്ല, ഒന്നേ ഉള്ളൂ. നിസ്കാരം ഫർളും സുന്നത്തും ഉണ്ട്. അതുകൊണ്ട് ഫർളാകുന്ന ലുഹർ എന്നുള്ള കൂലി അവിടെ ലഭിക്കുക, അത് ശരിയാവുകയില്ല. പക്ഷേ 4 റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചതിന്റെ കൂലി അയാൾക്ക് ലഭിക്കും. അതിനുശേഷം വീണ്ടും ലുഹർ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതേപോലെ ചെറിയ മസലകളാണ്. ഒരാൾ വിവരമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇബാദത്തിൽ വീഴ്ച വരുത്തിയാൽ അയാൾ ഒരിക്കലും ആക്ഷേപിച്ച് ചീത്ത പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അവിടെ പറഞ്ഞത് ഷാത്തുക ഷാത്തു ലഹ്ം. എന്താണ് പഠിക്കണ്ടേ? ഉദഹിയത്ത് എപ്പോഴാണ്? അങ്ങനെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല. കാരണം അത് സംഭവിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹുക്കുമ് പറഞ്ഞു കൊടുക്കുക, അയാളോട് മോശമായി പെരുമാറാതിരിക്കുക. എന്നാൽ അതല്ല, കാര്യങ്ങളൊക്കെ അറിയുന്ന, മനഃപൂർവ്വം എതിരിട്ടുകൊണ്ട് ഹറാമ് പ്രവർത്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഹുക്കുമ് വേറെയാണ്. അങ്ങനെയുള്ള തോന്നിവാസം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ ആക്ഷേപിക്കുകയും വളരെ ശക്തമായി പെരുമാറുകയും വേണ്ടി വരും. എന്നാൽ വിവരമില്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആക്ഷേപിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്രയാണ് ഈ ഹദീസിലുള്ള ഫായിദകൾ. ഇൻഷാ അല്ലാഹ് ഇതിൽ ധാരാളം ഹദീസുകൾ ഈ അധ്യായത്തിലുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാവുന്നതാണ്. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു